ഞാൻ സൂസൻ. വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കുങ്കുമാതി തൈലത്തെ പറ്റിയാണ്. ഇതാണ് കുങ്കുമാതി തൈലം. കുങ്കുമാതി തൈലം ഇത് നമ്മുടെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും നമ്മൾ പരമ്പരാഗതമായി ഉപയോഗിച്ച് വരുന്നൊരു തൈലമാണ് കുങ്കുമാതി തൈലം. നമ്മൾ ആയുർവേദത്തിൽ ബ്രൈറ്റ്നിങ്ങിൻ്റെ ഏറ്റവും നല്ല ഓയിലൊന്നാണ് കുങ്കുമാതി ഓയിൽ എന്ന് പറയുന്നത്. നമ്മുടെ മുഖത്തെ വരകൾ, പാടുകൾ ഇങ്ങനത്തെ എല്ലാം നമ്മളെ മാറ്റിക്കളയുന്നു. അതുപോലെ തന്നെ വാർദ്ധക്യം തടയുന്നു. നമുക്ക് നല്ലൊരു സൗന്ദര്യം ഉണ്ടാകുന്നു. നമ്മുടെ മുഖം നല്ല ബ്രൈറ്റ് ആവുന്നു. പിഗ്മെൻറ്റേഷൻ, ടാനിങ് ഇങ്ങനത്തെ നമ്മുടെ മുഖത്തെ സകല ബുദ്ധിമുട്ടുകളും നമ്മുടെ മാറിക്കിട്ടുന്നു. നമ്മുടെ മൂക്കുരു വന്നതിൻ്റെ പാട്, വരകൾ അങ്ങനത്തെ എല്ലാം നമ്മുടെ മാറിക്കിട്ടുന്നു. ആൻറ്റി ഏജിങ് ആണ്. ഇതിനകത്തെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കുങ്കുമപ്പൂവാണ്. നമ്മുടെ വാർദ്ധക്യം ഇതുകൊണ്ട് തടയുന്നു. നമ്മുടെ മുഖം നല്ല മോയ്സ്ചർ ആക്കുന്നു. നമ്മുടെ നമ്മൾ ഇത് നല്ല ആയുർവേദിക് ഒരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ അകത്ത് യാതൊരു കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ചേരുന്നില്ല. നല്ല പ്യുവറായിട്ടുള്ള ഒരു ആയുർവേദ ഉൽപ്പന്നമാണ് കുങ്കുമാതി തൈലം എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഇരട്ടിമധുരം ചേരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഇരട്ടിമധുരം ചേരുന്നത് കൊണ്ട് നമ്മുടെ മുറിവുകളൊക്കെ ഉണക്കുന്നു. നമ്മുടെ ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള എല്ലാം നമ്മുടെ ദേഹത്തു നിന്ന് മാറ്റുന്നു. ഇങ്ങനെ ഒത്തിരി പ്രയോജനങ്ങൾ ഈ കുങ്കുമാതി തൈലം കൊണ്ടുണ്ട്. പൊള്ളലൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു കുങ്കുമാതി തൈലം ഒരു ശകലം പറ്റിക്കഴിഞ്ഞാൽ പൊള്ളലൊക്കെ മാറ്റുന്നു. അതിൻ്റെ പാടുകളും അതെല്ലാം മാറും. നമുക്ക് അസഹ്യമായ ചൂടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നു കുങ്കുമാതി. ക്രീമിൻ്റെ അകത്തും ഓയിലിൻ്റെ അകത്തും ഒക്കെ നമ്മൾ കുങ്കുമാതി തൈലം വെച്ചിട്ട് പുരട്ടി നമ്മുടെ ദേഹത്തും തലയിലും ഒക്കെ ഒന്ന് പുരട്ടുകയൊക്കെ ചെയ്യുക. നമ്മുടെ ദേഹത്തെ ഒത്തിരി ഇങ്ങനത്തെ എല്ലാം മാറിക്കിട്ടും. മോയ്സ്ചർ ആക്കുന്നു, സ്കിൻ നല്ല സോഫ്റ്റ് ആക്കുന്നു. അതെല്ലാം നമ്മുടെ ഈ കുങ്കുമാതി തൈലം കൊണ്ട് നമുക്ക് പ്രയോജനപ്പെടുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കുങ്കുമാതി തൈലം നമുക്ക് നമ്മുടെ ദേഹത്തും മുഖത്തും എല്ലാം നമുക്ക് എപ്പോഴും പുരട്ടാവുന്ന ഒരു കാര്യമാണ്. കാരണം ഒത്തിരി ഓയിലി ആയിട്ടുള്ള സ്കിന്നുള്ളവർ കുറച്ച് 1-2 മണിക്കൂർ മാത്രം, 1 മണിക്കൂറോ എല്ലാം വെച്ച് കഴിഞ്ഞാൽ അത് കഴുകിക്കളയുക. നല്ല ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ളവർക്ക് നമുക്കൊരു രാത്രി മൊത്തം കിടക്കാൻ നേരം പുരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരം വെളുക്കുന്ന വരെ ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ ഒരു 2-3 തുള്ളി എടുത്ത് നമ്മുടെ കയ്യിലോട്ടൊന്ന് ഒഴിച്ചും വെച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ മുഖത്ത് നല്ലതായിട്ടൊന്ന് പുരട്ടി കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ക്രീമിൻ്റെ അകത്തോ ഓയിലിൻ്റെ അകത്തോ എന്തിൻ്റെ അകത്ത് വേണേലും ഇത് നമുക്ക് പുരട്ടാനായിട്ട് പറ്റും. നമ്മുടെ ദേഹത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഏറ്റവും ബെസ്റ്റാണ്. ഏറ്റവും നല്ലൊരു ബ്രൈറ്റ്നിങ് തൈലമാണിത്. ബ്രൈറ്റ്നിങ് ഓയിലാണിത്. പിന്നെ ആയുർവേദത്തിൽ കുങ്കുമാതി, മഞ്ചിഷ്ടാദി, നാൽപ്പാമരാതി ഈ 3 തൈലമാണ് ഏറ്റവും ബെസ്റ്റായിട്ടിരിക്കുന്നത്. ഞാൻ മഞ്ചിഷ്ടാദി തൈലത്തെ പറ്റി പറഞ്ഞിരുന്നു. ഇതിപ്പോൾ കുങ്കുമാതി കഴിഞ്ഞ് ഇതിനി 3ഉം കൂടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നല്ല ക്രീമുകൾ ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ടാണ് ഞാൻ ഈ കുങ്കുമാതി തൈലത്തെ പറ്റി പറയാനായിട്ട് ഈ വീഡിയോ എടുക്കുന്നത്. ആയാലും മതി, ഇത് തന്നെ നമ്മൾ സ്വല്പം എടുത്ത് പിന്നെ ഒരു 2-3 തുള്ളി നമ്മുടെ മുഖത്ത് പുരട്ടുക. നമ്മുടെ കറുത്ത പാടുള്ളത്, നമ്മുടെ കണ്ണിൻ്റെ കറുപ്പ്, നമ്മുടെ കഷത്തിലെ കറുപ്പ്, കഴുത്തിൻ്റെ കറുപ്പ്, ഇതിനെല്ലാത്തിനും നല്ലതാണ്. ക്രീമിൻ്റെ അകത്തും ഓയിലിൻ്റെ അകത്തും ഒക്കെ ചാലിച്ച് നമുക്ക് പുരട്ടാം. ഇപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും.